പൊതുവേ അർജൻറ്റീനയ്ക്ക് ഈ ലോകകപ്പിൽ ഭയങ്കര ഫിക്സ്ചർ ഭാഗ്യമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം റൗണ്ട് ഓഫ് 32-ൽ ഒരുപക്ഷെ ഉറുഗ്വേയോ സ്പെയിനൊക്കെ വരേണ്ട സ്ഥാനത്ത് വന്നത് കേവേഡയാണ്. പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ എളുപ്പമാണെന്ന് പറയെങ്കിലും കളത്തിൽ അങ്ങനെയായിരുന്നില്ല. അതായത് പേപ്പറിൽ എളുപ്പമായിരുന്നെങ്കിലും കളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അതിനുശേഷം ഈജിപ്ത് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് അർജൻറ്റീനയ്ക്ക് ഈസി വാക്ക് ഓവർ ആയിരിക്കും എന്നാണ്. പക്ഷേ കളത്തിൽ നമ്മൾ കണ്ടത് മറ്റൊന്നാണ്. 80 മിനിറ്റ് വരെ ഈജിപ്ത് ഡോമിനേറ്റ് ഒരു മത്സരം. പിന്നീട് അർജൻറ്റീന ഒരുപക്ഷെ വേൾഡ് കപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കംബാക്കുകളിലൂടെ തിരിച്ചു പിടിക്കുകയായിരുന്നു. അതിൻ്റെ വിവാദങ്ങളും റഫറിങ് ഡിസിഷൻസിനെ കുറിച്ചുള്ള പൊല്ലാപ്പുകളൊന്നും ഇനിയും തീർന്നിട്ടില്ല. അർജൻറ്റീനയ്ക്ക് ഈ ടൂർണമെൻറ്റിൻ്റെ ഇതുവരെയുള്ളൊരു വരവ് നോക്കുമ്പോൾ അർജൻറ്റീനയ്ക്ക് ഇനിയുള്ളത് ഒരുപക്ഷെ ഏറ്റവും മികച്ച ഒരു എതിരാളിയെ തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുവരെ നേരിട്ടുള്ളതിൽ ഫിഫ റാങ്കിൽ ഏറ്റവും മുന്നിലുള്ള ടീമാണ് സ്വിറ്റ്സർലാൻഡ്. ഒരു യൂറോപ്യൻ ടീമാണ്. ഓസ്ട്രിയയ്ക്ക് ശേഷം അർജൻറ്റീന നേരിടുന്ന ആദ്യത്തെ യൂറോപ്യൻ ടീമാണ് ഈ ലോകകപ്പിൽ. ഒരുപക്ഷെ എല്ലാവരും പ്രവചിച്ചിരുന്നത് കൊളംബിയ വരുമെന്നായിരുന്നു. അവിടെയും വേണമെങ്കിൽ അർജൻറ്റീനയ്ക്ക് ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം. കാരണം നമ്മൾ ഈ ഒരു അർജൻറ്റീന കൊളംബിയ റീസെൻറ്റ് മാച്ച് ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരുപക്ഷെ അർജൻറ്റീനയ്ക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കിയ ടീം ഒന്ന് കൊളംബിയാണ്. കാരണം ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ സമനിലയിൽ പിടിച്ചിരുന്നു. അതിനു മുമ്പ് അർജൻറ്റീനയെ കൊളംബിയ തോൽപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് കോപ്പ ഫൈനലിലാണെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുക്കം ഇഞ്ചുറി ടൈമിലല്ല എക്സ്ട്രാ ടൈമിലാണ് അർജൻറ്റീന വിജയിക്കുന്നത്. അപ്പോൾ അർജൻറ്റീനയ്ക്ക് ഇനി നേരിടാനുള്ളത് സ്വിറ്റ്സർലാൻഡിനെതിരെയാണ്. അപ്പോൾ ഈ സ്വിറ്റ്സർലാൻഡിനെതിരെയുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒട്ടും എളുപ്പമാകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം സ്വിറ്റ്സർലാൻഡ് ഇതുവരെ കളിച്ച രീതി നോക്കുമ്പോൾ അവരൊരു സേഫ് ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ നിർഭയം ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് മുന്നിലോട്ട് പോകുന്നൊരു ടീമല്ല. അവർ കൃത്യമായി പിടിച്ച് നിന്ന് അധികം സ്പേസ് കൊടുക്കാത്തൊരു പ്ലേ ആണ്. ഇപ്പോൾ ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിൽ തന്നെ ഈജിപ്ത് ആദ്യ മിനിറ്റുകളിൽ അർജൻറ്റീനയ്ക്ക് സ്പേസ് കൊടുത്തിരുന്നില്ല. പ്രത്യേകിച്ചും ഒരു മെസ്സിയുടെ ഒരു പൊസിഷനിലൊക്കെ അക്ഷരത്തിൽ പൂട്ടിയെന്ന് തന്നെ പറയാം. പിന്നീട് അവർ അവസാനത്തെ 10 മിനിറ്റിലാണ് അവർക്ക് താളം തെറ്റുന്നത്. അപ്പോഴാണ് മെസ്സി പിന്നെ വലതു വിങ്ങിലേക്ക് മാറുമ്പോഴൊക്കെയാണ് അർജൻറ്റീനയുടെ കളി തന്നെ മാറുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്. സ്വിറ്റ്സർലാൻഡ് അർജൻറ്റീന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മയുള്ളത് 2014 സ്വിറ്റ്സർലാൻഡും അർജൻറ്റീനയും തമ്മിലൊരു പ്രീ ക്വാർട്ടർ മത്സരം കളിച്ചിരുന്നു. അതൊരു അതിഗംഭീരമായ മത്സരമായിരുന്നു. ഒരു എക്സ്ട്രാ ടൈമിലേക്ക് പോയ മത്സരമായിരുന്നു. അന്ന് മെസ്സിയുടെ ചില മാജിക്കുകൾ റണ്ണുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏഞ്ചൽ ഡിമേരിയുടെ ഗോളിലാണ് അന്ന് വിജയിക്കുന്നത്. അന്ന് കളിച്ച അതേ പ്ലേയേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഈ ടീമിലുണ്ട്. ഇപ്പോൾ ഷാക്ക അന്നും ഉണ്ട്. ഷാക്ക ഒരു ലീഡിങ് ഫിഗറായിട്ട് സ്വിറ്റ്സർലാൻഡിലുണ്ട്. ഓഫ് കോഴ്സ് അപ്പുറത്ത് മെസ്സിയുണ്ട്. അപ്പോൾ ഈ സ്വിറ്റ്സർലാൻഡ് അർജൻറ്റീന മത്സരത്തിലേക്ക് വരുമ്പോൾ നൂറ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താ അതായത് സ്വിറ്റ്സർലാൻഡ് അർജൻറ്റീന മത്സരത്തേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ അർജൻറ്റീനയ്ക്ക് കൊളംബിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൊളംബിയ മേ ബി അർജൻറ്റീന അത്ര പേടിക്കാൻ സാധ്യതയില്ല. സ്വിറ്റ്സർലാൻഡ് ഒബ്വിയസ്ലി അർജൻറ്റീന എന്നുള്ളൊരു ഫിയർ ഇല്ലാണ്ട് നിൽക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഈ ഈസി വോക്ക് എന്നൊക്കെ പറഞ്ഞ മാച്ചുകളാണ് അർജൻറ്റീന ഈസി വോക്ക് അല്ലായിരുന്നു. പക്ഷെ ഒരു പക്ഷേ നമുക്ക് അർജൻറ്റീനയുടെ ഒരു ബ്രില്യൻ പെർഫോമൻസ്, ഒരു ലാസ്റ്റ് മിനിറ്റ് 15 മിനിറ്റ്സ് ഡ്രമാറ്റിക് പെർഫോമൻസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അർജൻറ്റീന സൈഡിൽ നിന്ന് കാണാൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ഈസി വോക്ക് എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഫ്ലോറിൽ നിന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞിടത്തൊക്കെ മാച്ച് ഈസി അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അർജൻറ്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മത്സരം വരുമ്പോൾ ഇവർക്ക് സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കൊളംബിയക്കെതിരെയുള്ള മാച്ചായി കഴിഞ്ഞാലും ഇവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സേഫ് ഫുട്ബോൾ കളിക്കുന്നൊരു ടീമാണ്. അപ്പോൾ മെസ്സി എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അർജൻറ്റീനയുടെ എക്സ് ഫാക്ടർ എന്നുള്ളത്. കാരണം എല്ലാ മാച്ചിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ടൈമിൽ ഈ വേൾഡ് കപ്പിൽ പ്രത്യേകിച്ച് എപ്പോഴാണോ അർജൻറ്റീന ഡൗൺ അവിടെ എന്തോ ലാസ്റ്റ് മിനിറ്റ് എന്തോ ഉത്തേജകമാണ് അവർക്ക് കിട്ടുന്നത് നമുക്കറിയില്ല. മെസ്സി എന്നുള്ളൊരു ഫാക്ടർ അവിടെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിൽ മെസ്സിയെ സെൻട്രലി നന്നായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചാലറിയാം. ആ ഒരു പെനാൾട്ടി ബോക്സിൻ്റെ തൊട്ട് പുറത്ത് നിന്ന് ഒരു പക്ഷേ എല്ലാ ഈജിപ്ത് പ്ലേയേഴ്സും മെസ്സിനെ മാത്രമാണ് സറൗണ്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്ലേയേഴ്സൊന്നും ഇവർക്കൊന്നും ഒരു ത്രെട്ട് അല്ല എന്നുള്ള രീതിയിൽ മെസ്സിനെ മാത്രം സറൗണ്ട് ചെയ്യുന്ന ഈജിപ്ഷ്യൻ പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ തരത്തിൽ സ്വിറ്റ്സർലാൻഡും ട്രൈ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും കഴിഞ്ഞ മാച്ചിൽ റൈറ്റ് വിങ്ങിക്ക് മെസ്സിയെ ആ ഭാഗത്തോട്ട് കളിപ്പിച്ചതോടുകൂടി എന്തായി വീണ്ടും ഈജിപ്തിന് അവിടെ എന്താണ് ഇനി അവർക്ക് ചെയ്യേണ്ടതെന്നുള്ളതല്ലേ. കാരണം റൈറ്റ് വിങ്ങിലോട്ട് മെസ്സി പോയി അവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ, കാരണം ഈ റൈറ്റ് വിങ് എന്ന് പറയുന്നത് അത്ര ഡേഞ്ചറസ് ഏരിയ അല്ല. ഈ സെൻട്രൽ ഏരിയ ആണെങ്കിൽ അത്ര ഭയങ്കര ഡേഞ്ചറസ് ഏരിയയാണ്. ആ ഒരു സംഭവം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഗെയിമിലെ ത്രെട്ട് തീരും എന്നുള്ളതാണ്. പക്ഷേ മെസ്സി റൈറ്റ് വിങ്ങിലോട്ട് പോയതോടുകൂടി മെസ്സിയെ മാർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഗോള് സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പാത്ത് അർജൻറ്റീനയുടെ മുമ്പിൽ തുറന്നു തരികയാണ്. പിന്നെ മാത്രമല്ല ഈ റൈറ്റ് വിങ്ങിലൂടെ മെസ്സി നടത്തുന്ന മുന്നേറ്റങ്ങൾ, ആ ഒരു അസിസ്റ്റ് കൊടുത്തത് റൊമേറോക്കെ അസിസ്റ്റ് കൊടുത്തൊക്കെ ആ ഒരു സോണിൽ നിന്നാണ്. അപ്പോൾ മെസ്സി എന്നുള്ള ആ ഒരു പ്ലെയറിനെ ഏത് തരത്തിലും മാർക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ആൾ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിനെതിരെയുള്ള മത്സരം വരുമ്പം ഈ ഒരു ഫാക്ടർ തന്നെയാവും അവരെ കുഴപ്പിക്കുന്നൊരു ഫാക്ടർ. എങ്ങനെ ആ
ആ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ മെസ്സി മാത്രമല്ല, ഇനി ഞാൻ വിശ്വസിക്കുന്നത് ഇവരുടെ ഒരു മിഡ്ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളതാണ്. മെക്കലിസ്റ്റർ ആവട്ടെ, എൻസോ ഫെർണാണ്ടസ് ആവട്ടെ, ഡീപോൾ ആവട്ടെ. ഡീപോൾ കഴിഞ്ഞ മാച്ചിലൊക്കെ എത്രത്തോളം പെർഫോം ചെയ്തു എന്നുള്ള അറിയില്ല, പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കലിസ്റ്റർ പലപ്പോഴും ഒരു ഫ്രണ്ടിലോട്ടുള്ള ഒരു റണ്ണ് നടത്താനുണ്ടാവലുണ്ട്. എൻസോ ഫെർണാണ്ടസ് അവിടെ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാനുണ്ടാവലുണ്ട്. ഡീപോൾ പലപ്പോഴും മെസ്സിക്കൊരു ചാനലായിട്ട് അവിടെ നിലനിൽക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ് അർജൻറ്റീന. ഇവർ ഈ ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി നമ്മൾ കഴിഞ്ഞ ഈജിപ്തിനെതിരെയുള്ള മാച്ചിൽ കണ്ടതാണ്. അപ്പോൾ എത്ര തന്നെ ഇവരെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ 0-0 അല്ലെങ്കിൽ 2-0 സ്കോർ ലൈനിൽ ഇവരെ തളച്ചു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും അവരുടെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് അവർക്ക് തിരിച്ച് ഗെയിമിലോട്ട് വരാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിനോട് എങ്ങനെ സ്വിറ്റ്സർലാൻഡ് പിടിച്ചു നിൽക്കുമെന്നുള്ളതാണ്. പക്ഷേ സ്വിറ്റ്സർലാൻഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല, ഇപ്പോൾ അവരുടെ എംബോളോ ആയിക്കോട്ടെ, ആ ഒരു ഏരിയൽ ഡൊമിനൻസിലും കാര്യത്തിലും അവർക്കൊരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും എംബോളോ ഇതുവരെയുള്ള മാച്ചിൽ ഭയങ്കര ബ്രില്യൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ സാക്കനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആളെന്താണെന്ന് വെച്ചാൽ ആളുടെ ആ ഒരു പലപ്പോഴും ഇപ്പം നമ്മളിവിടെ എൻസോ ഫെർണാണ്ടസ് എന്നൊക്കെ പറയുന്ന പോലെ അവർക്കത് സാക്കയാണ്. കാരണം ആ ഒരു മിഡ്ഫീൽഡിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ടെമ്പോ കംപ്ലീറ്റ് ആയിട്ട് പല മാച്ചിലും കൺട്രോൾ ചെയ്തിരുന്ന ഒരു വ്യക്തി സാക്കയാണെന്നുള്ളതാണ്. അതായത് എങ്ങനെ ബോൾ എവിടേക്ക് ഏത് ഡയറക്ഷനിക്ക് ബോൾ പോകണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ആ ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്യണത് പലപ്പോഴും സാക്കയാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് എന്നുള്ള ടീം ഒരിക്കലും ചെറുതല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഫിഫ റാങ്കിങ്ങിൽ ഒന്നും കൂടെ അർജന്റീന കളിച്ചതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ടീമാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഈസി കേക്ക് വാക്കെന്ന് ഞാൻ പറയില്ല. പക്ഷേ അർജന്റീനയ്ക്കുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്, ഒരു ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി. അത് ചിലപ്പോൾ അവർക്ക് ഡിഫൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മിഡ്ഫീൽഡിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം, അറ്റാക്കിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം. പലപ്പോഴും പല സ്ട്രൈക്കേഴ്സ് അപ് ടു ദ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ ലാസ്റ്റ് മൂമെൻ്റ് അവർക്ക് കിട്ടുന്നൊരു തളപ്പുണ്ട് ഗെയിമിൽ. ആ ഒരു സാധനത്തിന് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഗെയിം വെച്ചിട്ട് പോസിബിൾ അല്ല. അതിനോട് ചേർത്ത് നിൽക്കാൻ പറ്റുന്ന അതേ മെൻറ്റാലിറ്റി ഉള്ള ഒരു ടീം വന്നിട്ടില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വുഡ് ബി പോസിബിൾ എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്ന ഈജിപ്ത് പോലെ സ്വിറ്റ്സർലാൻഡ് പതറില്ല എന്നാണ്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് 2 ഗോളിന് മുന്നിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഇൻ കേസ് 2 ഗോളിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അവസാനത്തെ 10 മിനിറ്റ് ഈജിപ്ത് കളിച്ച പോലെയൊന്നും സ്വിറ്റ്സർലാൻഡ് കളിക്കില്ല. അത്രയും മെൻറ്റാലിറ്റി ഉള്ള ടീമാണ്. ഈ ഷാക്ക എന്നൊക്കെ പറയുന്നത് ഒരു ഒടുങ്ങാത്ത പോരാട്ടക്കാരിയാണ്. ഈ പ്രീമിയർ ലീഗിലായാലൊക്കെ ഭയങ്കര ഫിസിക്കാണ്, ഒരു ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ നമ്മൾ അർജന്റീന മെസ്സി ഫാക്ടർ ഉണ്ട്. ഓഫ് കോഴ്സ് ഒരു മെസ്സി എന്ന് പറയുന്ന ഒരു എക്സ് ഫാക്ടർ അവിടെ ഉണ്ട്. പക്ഷേ ഈ മെസ്സിക്ക് അപ്പുറത്തേക്ക് അർജന്റീനയുടെ അറ്റാക്കിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അൽവാരസിനെ ഇറക്കി വിടുന്നത് കണ്ടു. പിന്നീട് അവസാനത്തിയപ്പോൾ ലൗത്താര തന്നെ വരികയും കണ്ടു. ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ലൗത്താര തന്നെ ഫസ്റ്റ് ലെവലിൽ വരുമെന്നാണ്. അതുപോലെ തന്നെ ഡിഫൻസ് അവസാനത്തെ 2 മത്സരങ്ങളായിട്ട് 4 ഗോളുകൾ കൺസീഡ് ചെയ്തൊരു ടീമാണ് അർജന്റീന എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ പെരേഡസ് നല്ലൊരു പെർഫോമൻസ് ആണ് നടത്തിയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു ഡിഫൻസിനെയും അറ്റാക്കിനെയും എങ്ങനെയാണ് ഈ അർജന്റീന ഈ ഒരു ഇത് വെച്ചിട്ട് എത്രത്തോളം മുന്നോട്ട് പോകും? ഈ മാജിക്കൽ മൊമെന്റ്സ് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ, എത്രത്തോളം പോകുമെന്നാണ് വിചാരിക്കുന്നത്. ഡിഫൻസിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അതായത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണെങ്കിലും റൊമേറോ ആണെങ്കിലും പലപ്പോഴും ആ ഒരു ഡിഫൻസിനൊരു യൂണിറ്റ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിൽ പലപ്പോഴും ഡിഫൻസിന് ബാക്കിലോട്ട് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇവരതിനെ ചെറുത്ത് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡ് എന്നുള്ള ടീമിനെ പലപ്പോഴും അവർ അത്ര ഗോൾ സ്കോർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ടൂർണമെൻറ്റ് തന്നെ ആകെ ഒരൊറ്റ മാച്ചിൽ അവർ ഗോൾ സ്കോർ ചെയ്യാത്തുള്ളൂ, കൊളംബിയക്കെതിരെ. ബാക്കി എല്ലാ മാച്ചിലും അൾജീരിയക്കെതിരെ ആവട്ടെ എല്ലാ മാച്ചിലും സ്വിറ്റ്സർലാൻഡ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നമുക്ക് സ്വിറ്റ്സർലാൻഡിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇവരെന്തായാലും പ്രത്യേകിച്ച് നോക്കൗട്ട് ടൂർണമെൻ്റ് ആണ്. അവർ അർജന്റീന ഒരു ഗോൾ സ്കോർ ചെയ്ത് ഫസ്റ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും സിറ്റ് ബാക്ക് ചെയ്ത് കളിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഈജിപ്ത് നമ്മൾ പ്രതീക്ഷിച്ചത് അവർ സിറ്റ് ബാക്ക് ചെയ്ത് കളിക്കുന്നുള്ളൂ. പക്ഷേ ആ ഈജിപ്തിനല്ല നമ്മൾ കണ്ടത്, മുമ്പിലോട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഈജിപ്തിനെ നമ്മൾ കണ്ടു. അപ്പോൾ സ്വിറ്റ്സർലാൻഡിനെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോൾ മേ ബി അർജന്റീനയുടെ സൈഡിലുണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് അവർ ഗോൾ സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഞാൻ വിശ്വസിക്കുന്ന അവരുടെ ഒരു സ്ട്രോങ് അതേ പൊസിഷനിൽ സ്ട്രോങ് ആയി നിൽക്കുന്നത്. ഇപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസോ റൊമേറോ ഒക്കെ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല നമുക്ക് പറയാൻ പറ്റുമോ? ഡിസിസീവ് മൂമെൻറ്റ്സിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ അവരുടെ സോണിൽ സ്ട്രോങ് ആയി നിൽക്കുന്ന അർജന്റീനയുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ മിഡ്ഫീൽഡേഴ്സാണ്. എൻസോ ഫെർണാണ്ടസും മെക്കാലിസ്റ്ററും ഒക്കെ അടങ്ങുന്ന ഡിപ്പോളൊക്കെ അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡാണ്. അപ്പോൾ ആ മിഡ്ഫീൽഡിനെ എത്രത്തോളം കോർഡിനേറ്റ് ചെയ്തിട്ട് എത്രത്തോളം അറ്റാക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സാക്ക എന്ന് പറയുന്ന ആ ഒരു സോൺ ഉണ്ടല്ലോ, ആ സോണിനെ എത്രത്തോളം ബ്ലോക്ക് ചെയ്യാൻ പറ്റും, സാക്ക ത്രൂ ബോൾ പോകുന്ന എത്രത്തോളം ബ്ലോക്ക് ചെയ്യാൻ പറ്റും, എംബോളോനെ കണ്ടെത്തുന്ന എത്രത്തോളം ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിരിക്കും ഈ ഒരു മാച്ചിൻ്റെ മൂവ്മെൻറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് അവരുടെ മൻസാമ്പി എന്ന് പറയുന്ന പ്ലെയറിന് ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. കഴിഞ്ഞ മാച്ചിലും ആൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ആ പ്ലെയറിൻ്റെ അത് അവർക്ക് നല്ലൊരു മിസ്സിങ് ആയിരിക്കും. കാരണം ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് സ്വിറ്റ്സർലാൻഡിന് വേണ്ടി ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത് മൻസാബിയാണ്. 3 ഗോളും 2 അസിസ്റ്റോളം ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില പ്ലേയേഴ്സിൻ്റെ മിസ്സിങ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും അവർ കൊളംബിയ പോലത്തെ ഒരു ടീമിനെതിരെ അവർ ചെറുത്ത് നിന്ന്, കാരണം കൊളംബിയ നമുക്കറിയാം എത്രത്തോളം ഫ്രീ ആയിട്ടാണ് അവർ ഫുട്ബോൾ കളിക്കുന്നത്. അതുമാത്രമല്ല റോഡ്രിഗസിനെ പോലത്തെ, ലൂയിസ് ഡിയസിനെ പോലത്തെ ബ്രില്യൻ പെർഫോമൻസ്, നമ്മൾ ഈ മിക്കൽ ഒലീസ് എന്നൊക്കെ പറയുന്ന പോലൊരു പെർഫോമർ തന്നെയാണ് ലൂയിസ് ഡിയസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ ഉണ്ടായിട്ട് പോലും ആ ഒരു ഗെയിമിൽ അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ഒരിക്കലും ഈസി ടീം അല്ല എന്നുള്ളത് തന്നെയാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആ മിഡ്ഫീൽഡ് സോണ്, അർജൻറ്റീനയെ മിഡ്ഫീൽഡിന് എത്രത്തോളം ഈ ഒരു മാച്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതായിരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. കൊളംബിയക്കെതിരെ മത്സരത്തിൽ അവർ ചെയ്തത് തന്നെയാണ്, അവർക്ക് സ്പേസ് കൊടുത്തില്ല എന്നുള്ളതാണ്. അവർക്ക് മിഡ്ഫീൽഡിൽ ഒരു പക്ഷേ കൊളംബിയ കളിച്ചിരുന്നെങ്കിൽ പോലും അവർക്ക് ഫൈനൽ തേർഡിലേക്ക് ഒരിക്കലും കടക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല, മൊത്തം അടച്ചു കളഞ്ഞു. എക്സ്ട്രാ ടൈം വരെ അവരെ പിടിച്ചു കെട്ടി തന്നെ പറയാം. പക്ഷേ സ്വിറ്റ്സർലാൻഡ് ഈ ക്വാർട്ടറിലുള്ള ടീമുകളിൽ ഇതുവരേക്കും സെറ്റ് പീസിൽ ഗോൾ അടിക്കാത്ത ഒരേ ഒരു ടീം സ്വിറ്റ്സർലാൻഡ് ആണെന്നുള്ളൊരു സ്റ്റാറ്റ്സ് കണ്ടു. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഷർഫുൻ എന്താണ് ഈ ഒരു മത്സരത്തിൽ തോന്നുന്നത്? അർജന്റീന കടന്നു കയറോ? എന്തായാലും കൊളംബിയക്കെതിരെ സ്വിറ്റ്സർലാൻഡ് കളിച്ച ഒരു രീതി ആയിരിക്കില്ല അർജന്റീനക്കെതിരെ അവലംബിക്കാൻ പോകുന്നത്. രണ്ട് ടീമുകളാണ്. അർജന്റീന കുറച്ചുകൂടി സ്ട്രോങ് ടീമാണ്. അപ്പം അവർക്കെതിരെ പ്രത്യേകിച്ച് നമ്മൾ സ്വിറ്റ്സർലാൻഡ് കോച്ചിനെ കുറിച്ച് പറയുകയാണ്, യാക്കിന് കുറച്ച് കാലമായിട്ട് ഇപ്പം അവരുടെ കോച്ചായിട്ടുണ്ട്. അപ്പോൾ പ്ലേയേഴ്സിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഗെയിം പ്ലാൻ എങ്ങനെ ചെയ്യണം, ഗെയിം പ്ലാൻ എങ്ങനെ രൂപീകരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അപ്പം പ്രത്യേകിച്ച് സ്കലോണി അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അർജന്റീനയുടെ ആ ഒരു ഗെയിം പ്ലാനിനെ നേരിടാൻ കൃത്യമായിട്ട് അവർ തിരിച്ചൊരു കൗണ്ടർ അറ്റാക്ക്, അതേപോലെ കുറച്ച് മിഡിൽ കളി നിയന്ത്രിച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ള സ്ഥിരം യൂറോപ്യൻ ശൈലി തന്നെയായിരിക്കും സ്വിറ്റ്സർലാൻഡ് ഈ അടുത്ത മത്സരത്തിൽ അർജന്റീനക്കെതിരെ നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ച് അവർ നമുക്ക് അറിയാം സ്വിറ്റ്സർലാൻഡ് അങ്ങനെ ചെറിയ ടീമായിട്ട് നമ്മൾ എഴുതി തള്ളാൻ കഴിയില്ല. എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് 2010 സ്പെയിൻ്റെ ഫസ്റ്റ് മത്സരം, അന്ന് സ്പെയിൻ്റെ ഗോൾഡൻ ജനറേഷനാണ് കളിക്കുന്നത്. ആ ഫസ്റ്റ് മാച്ചിൽ സ്വിറ്റ്സർലാൻഡ് തോൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് സ്പെയിൻ കപ്പടിക്കുന്നത്. അത്തരത്തിൽ സ്വിറ്റ്സർലാൻഡ് ഏത് രീതിയിലും, ഇപ്പം എംബോളൊക്കെ പറഞ്ഞാൽ, എംബോളൊക്കെ ഏരിയൽ ബോളിലും എങ്ങനെ വേണമെങ്കിലും ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഏരിയൽ ബോളിലാണെങ്കിലും ഇനി ഷോട്ട് അടിച്ചിട്ടും ഏത് വിധത്തിലും ഒരു കളി ഒരു ഗോളടിച്ച് ഫിനിഷ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ സ്വിറ്റ്സർലാൻഡ് പോയി കഴിഞ്ഞാൽ മിക്കവാറും നല്ലൊരു മത്സരം തന്നെയായിരിക്കും. എന്തായാലും ഈജിപ്തിനെതിരെ കളിച്ച ഒരു ശൈലിയായിരിക്കില്ല. യൂറോപ്യൻ ശൈലി കുറച്ചുകൂടി നല്ല രീതിയിൽ അവർ യൂറോപ്യൻ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഉണ്ട്, സാക്കെ പോലുള്ള കളിക്കാരുണ്ട്. മാത്രമല്ല അവരുടെ ഒരു ശൈലി തന്നെ ഇത്രയും കാലം അവർ സ്ഥിരമായി ലോകകപ്പ് കളിക്കുന്ന ഒരു ടീം കൂടിയാണ്. അതും കൂടി അതിന്റെ കൂടെ വേൾഡ് കപ്പ് കളിക്കാൻ തുടങ്ങി. ഇവർ സ്ഥിരം എല്ലാ ലോകകപ്പിലും ഉണ്ടാവും, എല്ലാം ഗ്രൂപ്പ് ഘട്ടം കിടക്കുകയും ചെയ്യും. പക്ഷേ പ്രീ ക്വാർട്ടറിൽ ആർക്കെങ്കിലും മുന്നിൽ പോയിട്ട് വീഴാറാണ് പതിവ്. ചിലപ്പോൾ അർജന്റീനക്കെതിരെ വീഴും, ബ്രസീലിനെതിരെ വീണിട്ടുണ്ട്, ആർക്കെങ്കിനെതിരെ പോകുന്നൊരു എന്താ പറയുക സ്ഥിര ഒരു ശൈലിയാണ് കാണുന്നത്. പിന്നെ സ്കലോണി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്ന്, ലൗട്ടാരോ ലെവലിലേക്ക് വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനിറങ്ങി ലൗട്ടാരോ നല്ല ഇൻവോൾവ്മെന്റ് കളിയിൽ കൊണ്ടുവരുന്നത് കണ്ടു. അപ്പം വീണ്ടും അൽവാരസിനെ മാറ്റി ലൗട്ടാരോ തന്നെ പ്ലേയിങ് ലെവലിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം വരുമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതെ. അതല്ലേ ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ ഫിഫയുടെ ആസ്ഥാനം നിൽക്കുന്ന സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. ഫിഫ പ്രസിഡന്റ് സ്വിറ്റ്സർലാൻഡുകാരനാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്വിറ്റ്സർലാൻഡിനോട് അർജന്റീന ജയിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം ഉണ്ടാവും എന്നുള്ളതാണ്. ഫിഫ പ്രസിഡന്റ് സ്വന്തം രാജ്യത്തിനൊപ്പം നിൽക്കാതെ മിസ്റ്റേക്ക് ചെയ്യിപ്പിച്ചു എന്നുള്ള തമാശയൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞിട്ട് ഇല്ല, ഒരു കോൺട്രവേഴ്സിയിൽ ഞാനിപ്പോൾ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇല്ല, ഞാനൊരിക്കലും ഒരു ഫിഫ എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഓൺ ഫീൽഡ് ഒന്നും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഒരു സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു റെഫറി, കാരണം ഭയങ്കര സ്പോണ്ടേനിയസ് ആണ് ഫുട്ബോൾ. ഈ ഒരു മൂമെൻറ്റിൽ പെട്ടെന്ന് റെഫറിക്ക് എടുക്കാൻ പറ്റുന്ന ഡെസിഷൻസ് അത് എത്രത്തോളം ഒരു ഗെയിമിനെ ഒരു സൈഡിലോട്ട് ഇൻഫ്ലുവൻസ് ആക്കും, ഒരു സൈഡിലോട്ട് ബയാസ്ഡ് ആക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ പല വിഷയങ്ങളാണ്. അതായത് ഫുട്ബോളിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നടക്കുന്ന പല വിഷയങ്ങൾ കൊണ്ട് അത് പലപ്പോഴും അത് ഏത് ടീമും ആയിക്കോട്ടെ, ചില ടൈമിൽ ഒരു ടീമിന് ഫേവറബിൾ ആയേക്കാം, ചില ടൈമിൽ ഫേവറബിൾ ആവില്ല എന്നുള്ളതാണ്. ചിലപ്പം അതായത്
ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബിസിനസ്സാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മേ ബി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കാത്തൊരു കാര്യമാണ് ഇതുവരെ അർജൻറ്റീനയ്ക്ക് കിട്ടിയ വേൾഡ് കപ്പ് റിഗ്ഡ് ആണെന്നുള്ളതും. ഇപ്പോൾ അവർ കളിക്കുന്നത് എന്തായാലും 3 ഗോൾ ആ പോസ്റ്റിൽ അടിച്ച് കഴിഞ്ഞാൽ തന്നെ, ഇനിയിപ്പോൾ ഒരു ഫൗൾ അവിടെ സംഭവിച്ചാൽ 3 ഗോൾ പോസ്റ്റിൽ അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഗോളാവുള്ളൂ. അപ്പോൾ അതിനുള്ള ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി അവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന പോലെ പല ടെക്നിക്കൽ സൈഡിലുള്ള പല മിസ്റ്റേക്സും ചിലപ്പോൾ പല ടീമിനും ഭയങ്കരമായിട്ട് ബയാസ്ഡായിട്ട് ഫീൽ ചെയ്യാം. അത് നമ്മൾ ആസ് എ വ്യൂവേഴ്സ് നമ്മളൊരു സംഭവം കാണുമ്പം നമുക്ക് പോലും ചിലപ്പോൾ റൈറ്റ് ഡിസിഷൻ റെഫറി എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അത് ബയാസ്ഡ് ആണോ എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരുന്നുണ്ട്. അത് പലപ്പോഴും ആ ഒരു ഫുട്ബോളിൻ്റെ ബ്യൂട്ടി ഉണ്ട്, അതിനെ ഭയങ്കരമായിട്ട് കില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനെടുത്തത്, പക്ഷെ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഗെയിമിൻ്റെ ഒരു ടാക്ടിക്കൽ സൈഡ് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്തറ്റിക് സൈഡ് അനലൈസ് ചെയ്യുക. അതിപ്പോൾ ആക്ച്വലി നടക്കുന്നില്ല. നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ പലപ്പോഴും ഫുട്ബോൾ നടക്കുന്ന പല ഫൗൾസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രവേഴ്സി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ആ കോൺട്രവേഴ്സി ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദിസ് ഇസ് നോട്ട് അബൌട്ട് എ ടീം ബീങ് റിഗ്ഡ്, അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് അർജന്റീനയാണ് ഈ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ശരിയാണല്ലോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് നാളെ മത്സരശേഷം അതെ ഇരിക്കാം. അതെ.